everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ ഇംഗ്ലീഷ് SSLC എക്സാമിന് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് കമന്റ് ബോക്സിൽ അറിയിക്കുക, മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതൊരു മെഗാ മാരത്തൺ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കൃത്യം 7:30 അതിന്റെ ലിങ്കും താഴെ കമന്റ് ബോക്സിലുണ്ട്. നോക്കൂ, എന്താണ് A+ പോയിന്റ്സ് എന്ന് ഞാൻ ആദ്യം പറയാം. നമുക്കറിയാം, റൈറ്റപ്പ്, നറേഷൻ, റിവ്യൂ, ഇതൊക്കെ ആ 7 മാർക്കിന്റെ വലിയ ചോദ്യങ്ങളാണ്. ദെൻ 6 മാർക്കിന്റെ പാരഗ്രാഫ് ക്വസ്റ്റൻ ഒക്കെ ഉണ്ട്. ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നത് നിങ്ങളോട് കഥ മാത്രം എഴുതാൻ വേണ്ടി പറയാനല്ല. നിങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്, കുറച്ചുകൂടെ നല്ല ഭാഷ ഉപയോഗിച്ച്, കുറച്ചുകൂടെ പോയിന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിന് മുകളിലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിന് നിങ്ങൾക്ക് എന്ത് വേണം? അതിന് കൃത്യമായി ഓരോ ചാപ്റ്ററിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന A+ പോയിന്റുകൾ, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. അതാണ് ഈ ലൈവിൽ അല്ലെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോയിൽ തരുന്നത്. അതും ഒരു ചാപ്റ്റർ അല്ല, 3 ചാപ്റ്റേഴ്സ്. നമുക്ക് ആദ്യം ദ സ്നേക്ക് ആൻഡ് മിറർ ആ ചാപ്റ്ററിൽ നിന്ന് ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എഴുതാം എന്ന് ഞാൻ ആദ്യം പറയാം. നോക്കൂ, ഈ സ്നേക്ക് ആൻഡ് മിറർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു പ്രത്യേകതരം ടെക്നിക്കാണ് ബഷീർ ഉപയോഗിക്കുന്നത്. ആ ടെക്നിക്കിന്റെ പേര് കോൺട്രാസ്റ്റ് എന്നാണ്. അതായത് ഒരു കാര്യം വിചാരിക്കുന്നു, മറ്റൊരു കാര്യം നടക്കുന്നു. ഇങ്ങനെ ഈ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ബഷീർ ഒരുപാട് ഹാസ്യം, ഹ്യൂമർ ആ കഥയിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് പറയാം ആദ്യം തന്നെ എങ്ങനെയാണ്. ദ ലിറ്റററി ഡിവൈസ് ഓഫ് കോൺട്രാസ്റ്റ് ഈസ് എഫക്റ്റീവ്ലി എംപ്ലോയിഡ്, ഗംഭീരമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇൻ ദ സ്റ്റോറി ടു ജനറേറ്റ് ഹ്യൂമർ. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഹ്യൂമർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. The protagonist, a poor homeopath, decide to become rich quickly in life using shortcut way. ഈ കഥയിലെ പ്രോട്ടഗോണിസ്റ്റ്, സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള ഒരു പാവം ഹോമിയോപ്പത് ഉണ്ട്. അദ്ദേഹം പെട്ടെന്ന് പണക്കാരനാവണമെന്ന്, ഷോർട്ട് കട്ടായ വഴികളിലൂടെ പണക്കാരനാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഹി ഇനീഷ്യലി പ്ലാൻ ടു മാരി എ വെൽത്തി ഫീമെയിൽ ഡോക്ടർ. തുടക്കത്തിൽ എന്താണ് പ്ലാൻ ചെയ്തത്? ഒരു വെൽത്തി ആയിട്ടുള്ള, സമ്പന്നയായിട്ടുള്ള ഫീമെയിൽ ഡോക്ടറെ കല്യാണം കഴിക്കണം. ഹു വാസ് ഫാറ്റ്. അവൾ എന്തുകൂടെ ആയിരിക്കണം? ഫാറ്റ് ആയിരിക്കണം. കാരണം ഷീ കുഡിൻ ക്യാച്ച് ഹിം ഇഫ് ഹി മെയ്ഡ് എനി സില്ലി മിസ്റ്റേക്സ്. അല്ലേ, എന്തെങ്കിലും കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കി അവൻ ഓടുന്ന സമയത്ത് പിന്നാലെ ഓടി വരാൻ സാധിക്കരുത്. എന്നാൽ however he ended up marrying a slim woman. പക്ഷേ നേരെ ഓപ്പോസിറ്റ്, കോൺട്രാസ്റ്റ് ആണ് സംഭവിച്ചത്. അദ്ദേഹം കല്യാണം കഴിച്ചത് ഒരു സ്ലിം വുമനെയാണ്. ഹു വാസ് അൺഎക്സ്പെക്റ്റഡ്ലി ഫാസ്റ്റ്. റീഡി ആയിട്ടുള്ള, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് വിവാഹം കഴിച്ചത്. സോ ഇത് ഇതുപോലെ തന്നെ എഴുതുന്നില്ല, നിങ്ങളുടെ ഭാഷയിൽ എഴുതാം. പക്ഷേ ഇതാണ് ആ ഫ്ലോ എന്ന് പറയുന്നത്. ഹി വാസ് യൂഷ്വലി കൺസേൺഡ് അബൌട്ട് ഹിസ് ലുക്സ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ലുക്കിനെ കുറിച്ച്, ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച്, ഔട്ടർ അപ്പിയറൻസിനെ കുറിച്ച് വളരെ കൺസേൺഡ് ആണ്. ആൻഡ് മെയ്ഡ് ബിഗ് ഡിസിഷൻസ് ടു ഇംപ്രൂവ് ഹിസ് അപ്പിയറൻസ്. അല്ലേ, അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് നന്നാക്കാൻ വേണ്ടിയിട്ട് എർത്ത് ഷേക്കിംഗ് ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. ഹീ സോ ഹിംസെൽഫ് ആസ് എ സ്മാർട്ട് യങ് ബാച്ചുലർ. അദ്ദേഹത്തെ കണ്ടത് വളരെ സ്മാർട്ട് ആയിട്ടുള്ള, യങ് ആയിട്ടുള്ള ഒരു ബാച്ചുലറാണ്. ആൻഡ് ഹി ടുക്ക് പ്രൈഡ് ഇൻ ബീങ് എ ഡോക്ടർ. ഒരു യങ് ബാച്ചുലർ ഡോക്ടർ ആയതിൽ അദ്ദേഹത്തിന് ഭയങ്കര അഭിമാനമൊക്കെ ഉണ്ട്. ഹൗവെവർ, എന്നിരുന്നാലും പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ ഉൾട്ടയാണ് സംഭവിക്കുന്നത്. വെൻ എ കോബ്ര ഫെൽ ഓൺ ഹിം, ഒരു പാമ്പ്, നമുക്ക് ഈ കഥ അറിയാം അല്ലേ, എ കോബ്ര ഫെൽ ഓൺ ഹിം, ഹി ബിക്കെയിം എക്സ്ട്രീംലി സ്കേർഡ്. അദ്ദേഹം പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. ആൻഡ് ഫ്രോസ്, മരവിച്ചു പോകുന്നുണ്ട്. നൗ ഹി കൺസിഡർഡ് ഹിംസെൽഫ് ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ്. ഹി കൺസിഡർഡ് ഹിംസെൽഫ് ആസ് എ ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. സോ വിചാരിച്ചതിന് നേരെ ഓപ്പോസിറ്റ്. ആഫ്റ്റർ എസ്കേപ്പിംഗ് ഫ്രം ദ കോബ്ര ഹി വെന്റ് ടു ഹിസ് ഫ്രണ്ട്സ് ഹൗസ്. കോബ്രയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഹോമിയോപ്പത്ത് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ദ നെക്സ്റ്റ് മോർണിംഗ് ഹി ഡിസ്കവർഡ് ദാറ്റ് all his belongings had been stolen. അവൻ്റെ എല്ലാ ബിലോങ്ങിങ്സും എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റോളൻ, മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. The homeopath humorously remarked that the thief had insulted him by leaving behind his dirty vest. ഇല്ലേ, ഹോമിയോപ്പത്ത് വളരെ ഹ്യൂമറസ് ആയിട്ട് റിമാർക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് റിമാർക്ക് ചെയ്യുന്നത്? That the thief had insulted him. ആ കള്ളൻ തന്നെ എന്ത് ചെയ്തു? ഇൻസൾട്ട് ചെയ്തു. എങ്ങനെ? By leaving behind his dirty vest as a final insult. ഒരു ഫൈനൽ ഇൻസൾട്ട് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഡേർട്ടി വെസ്റ്റ്, മുഷിഞ്ഞ വസ്ത്രം എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ബാക്കി വെച്ച് പോയി എന്ന് ഹ്യൂമറസ്ലി പറയുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു ക്രക്സ് ഇതാണ്. ദ ട്രാജിക് സ്റ്റോറി ഓഫ് എ പുവർ ഡോക്ടർ. അല്ലെ, ഒരു പാവപ്പെട്ട ഡോക്ടറിൻ്റെ ട്രാജിക് സ്റ്റോറിയാണ്, ദുരന്ത കഥയാണ്. പക്ഷെ നമുക്കത് ദുരന്തമായിട്ട് തോന്നിയില്ല. കാരണം എന്താ? ഇറ്റ് പോർട്രേഡ് ഇൻ എ ഹ്യൂമറസ് വേ. വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള വേയിലാണ് പോർട്രേറ്റ് ചെയ്തത്. യൂസ്ഫുൾ ആണ് എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാൻ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക? ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തേക്കുക. നിങ്ങളുടെ കമൻസ് കമന്റ് ബോക്സിൽ അറിയിക്കുക. ദെൻ മൈ സിസ്റ്റർ ഷൂസ്. നോക്കൂ, മൈ സിസ്റ്റർ ഷൂസ് നിങ്ങൾക്ക് കഥ പോലും ഓർഡറിൽ എഴുതാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളതൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് പഠിച്ചത്, നറേഷനായിട്ട് എഴുതി പഠിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള A+ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കൂ. ദ screenplay My Sister's Shoes is an extract from the script of the renowned Iranian filmmaker
ഇറാനിയൻ ഫിലിം ചിൽഡ്രൻ ഓഫ് ഹെവൻ ബൈ മജീദ് മജീദിയുടെ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റിൽ നിന്ന് എടുത്തൊരു ചെറിയ ഭാഗം എക്സ്ട്രാക്റ്റ് ആണ് മൈ സിസ്റ്റർ ഷൂസ്. ഇറ്റ് ടെൽസ് എ സ്റ്റോറി ഓഫ് എ ബ്രദർ ആൻഡ് സിസ്റ്റർ. ഇത് ഒരു ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും കഥയാണ് പറയുന്നത്. അലി ആൻഡ് സെഹ്റ അവരാരാണ്? ഹു ആർ സ്കൂൾ ചിൽഡ്രൻ, സ്കൂൾ കുട്ടികളാണ്. കമ്മിങ് ഫ്രം എ പുവർ ഫാമിലി, അവർ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. The movie shows the lives, struggles and poverty of a typical Iranian working class family. ഒരു സാധാരണ അല്ലെ ടിപ്പിക്കൽ ഇറാനിയൻ വർക്കിംഗ് ക്ലാസ് ഫാമിലിയുടെ ജീവിതവും സ്ട്രഗിൾ, പോരാട്ടങ്ങളും പോവർട്ടി, ദാരിദ്ര്യവുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അലി ആൻഡ് സെഹ്റ ലവ് ആൻഡ് കെയർ ഈച്ച് അതർ. അലിയും സെഹ്റയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദേ ആർ വെരി മച്ച് കൺസേൺഡ് അബൌട്ട് ദർ പാരൻസ്. അതേസമയം അവരവരുടെ പാരൻസിനെ കുറിച്ച് ഭയങ്കര കൺസേൺഡ് ആയിരുന്നു, ബോധവാന്മാരായിരുന്നു. ദ മൂവി മേക്സ് പീപ്പിൾ ഫീൽ ഇമോഷണൽ. ഈ സിനിമ ആളുകളെ ഇമോഷണൽ ആക്കുന്നുണ്ട്. ആൻഡ് ദ ഡയറക്ടർ മജീദ് മജീദി ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഡയറക്ടറായിട്ടുള്ള മജീദ് മജീദി ഗംഭീരമായ ഒരു ജോബാണ് ഈ സിനിമയിലൂടെ ചെയ്തിട്ടുള്ളത്. എങ്ങനെ, എന്ത് ചെയ്തിട്ട്? ഷോയിങ് ദ കിഡ്സ് ആസ് റിയലി സ്പെഷ്യൽ ആൻഡ് ലവബിൾ. ഈ കുട്ടികളെ വളരെ സ്പെഷ്യൽ ആയിട്ട്, ഭയങ്കര ലവബിൾ ആയിട്ട് പോർട്രേ ചെയ്തുകൊണ്ട് ഹി ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഒരു റിവ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് എഴുതി തുടങ്ങി കഴിഞ്ഞാൽ A+ ഉറപ്പാണ്. അടുത്തത് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു റിവ്യൂ ഏതെങ്കിലും ഒരു ടൈപ്പ് ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ റൈറ്റപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മിച്ച് വെക്കാം, ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം പറയേണ്ട കാര്യം എന്താണ്? ജഡ്ജിങ് സംബഡി ഓർ സംതിങ് ബേസ്ഡ് ഓൺ ദ ലിമിറ്റഡ് ഇൻഫർമേഷൻ വി ഹാവ് ഈസ് ഡേഞ്ചറസ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾക്കുള്ള ലിമിറ്റഡ് ഇൻഫർമേഷൻ വെച്ച് ജഡ്ജ് ചെയ്യുന്നത് എന്താണ്? ഡേഞ്ചറസ് ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കൺസിഡർ ഓൾ ആസ്പെക്ട്സ് ബിഫോർ ഫോമിങ് എൻ ഒപ്പീനിയൻ അബൌട്ട് എനിത്തിങ്. എന്ത് കാര്യത്തിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ, ഒരു അഭിപ്രായം രൂപീകരിക്കുന്നതിന് മുമ്പ്, ഫോം ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ആസ്പെക്ട്സും എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം, പരിഗണിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ദർ ഇസ് saying little knowledge is dangerous. കുഞ്ഞറിവ് എന്താണ്? അപകടകരമാണ്. സിംഗിൾ സ്റ്റോറീസ് ക്രിയേറ്റ് എ ഫിക്സഡ് ഐഡിയ. സിംഗിൾ സ്റ്റോറീസ് ഒരു പ്രശ്നമുണ്ട്. സിംഗിൾ സ്റ്റോറീസ് എന്ത് ചെയ്തും? ഫിക്സഡ് ആയിട്ടുള്ള ഐഡിയാസിനെ ഉണ്ടാക്കും. ആ ഫിക്സഡ് ഐഡിയാസിനാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത്. അബൌട്ട് എവറിഥിങ് പീപ്പിൾ ഓഫൺ ഫോം റോങ് ഇംപ്രഷൻ. ആളുകൾ പലപ്പോഴും തെറ്റായ ധാരണകൾ ഉണ്ടാക്കാറുണ്ട് അബൌട്ട് പേഴ്സൺസ്, മറ്റാളുകളെ കുറിച്ച്, ആൻഡ് തിങ്സ്, കാര്യങ്ങളെക്കുറിച്ച്, ബൈ ബിലീവിങ് എ സിംഗിൾ സ്റ്റോറി, ഒരു സിംഗിൾ സ്റ്റോറി വിശ്വസിച്ചുകൊണ്ട്. സോ മക്കളെ, ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ 3 ചാപ്റ്ററിൻ്റെ A+ പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ദി എക്സാമിനേഷൻ. വൈകുന്നേരത്തെ ലൈവിൻ്റെ കാര്യം മറക്കണ്ട, ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഐ ലവ് യു എവ്രി വൺ. താങ്ക് യു.